ഹായ് ഡിയേഴ്സ്, മഹാലക്ഷ്മി ലേറ്റസ്റ്റ് എപ്പിസോഡ് പ്രൊമോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ കണ്ണൻ്റെ കാലുകൾക്ക് ചലനശേഷി തിരിച്ചു കിട്ടിയിട്ട് കണ്ണൻ നേരെ പോകുന്നത് മഹാലക്ഷ്മിനെയും കൂട്ടിയിട്ട് മോഹിനിയുടെ അടുത്തേക്കാണ്. എത്രയും പെട്ടെന്ന് മോഹിനിനെ ഈ കാര്യങ്ങളൊക്കെ കാണിക്കാനായിട്ട് കണ്ണനും മഹാലക്ഷ്മി മോഹിനിയുടെ അടുത്തേക്ക് പോകുന്നുണ്ട്. എന്നിട്ട് കണ്ണനാണെങ്കിൽ വേഗം വീൽ ചെയറിന് എഴുന്നേറ്റ് നിൽക്കുന്നുണ്ട്. ഇത് കണ്ടിട്ടാണെങ്കിൽ മോഹിനിക്ക് ഭയങ്കര സന്തോഷമാണ്. ഇത്രയും നാളും മഹാലക്ഷ്മി അനുഭവിച്ചിട്ടുള്ള എല്ലാ കുറ്റപ്പെടുത്തലുകളും എല്ലാ വേദനകൾക്കും എന്ത് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഒരു പരിഹാരം ആവുന്നതാണ്. അങ്ങനെ കണ്ണൻ്റെ കാലുകൾക്ക് ചലനശേഷി തിരിച്ചു കിട്ടിയിട്ട് കണ്ണൻ എന്ത് ചെയ്തിട്ടുണ്ട്, മഹാലക്ഷ്മി ആയിട്ടുള്ള നല്ല ഒരു കുടുംബജീവിതം ആരംഭിക്കാൻ പോവുകയാണ്. ഇതൊക്കെ അറിഞ്ഞിരുന്നതിന് മോഹിനിക്ക് നല്ല രീതിയിൽ സന്തോഷമാവുന്നുണ്ട്. മോഹിനി പറയുന്നത് ഇതൊരിക്കലും കരുണയോ അല്ലെങ്കിൽ പ്രതാപനോ മുത്തശ്ശിയോ ഒന്നും അറിയാൻ പാടില്ല. അവരൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് നിന്നെ എന്ത് ചെയ്യും, പഴയ സ്ഥിതിയിലേക്കാകും. അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും നമ്മൾ വളരെ സൂക്ഷിക്കണം. അതുപോലെ തന്നെ ഉണ്ണിയും ദുർഗയൊന്നും ഇതൊക്കെ അറിയാനും പാടില്ല എന്നൊക്കെ ഇങ്ങനെ എന്ത് മോഹിനി ഒരുപാട് നിർദ്ദേശങ്ങൾ കണ്ണന് കൊടുക്കുന്നുണ്ട്. സാഗറാണെങ്കിൽ ഇതൊക്കെ പറയാനായിട്ട് വേഗം തന്നെ മഞ്ജുവിൻ്റെ അടുത്തേക്ക് പോകുന്നുണ്ട്. മഞ്ജു അങ്ങനെ ടെക്സ്റ്റൈൽസും തിരിച്ചു വന്ന സമയത്ത് സാഗർ എന്തിൻ്റെ ഈ ഒരു സന്തോഷ വാർത്ത മഞ്ജുവിനോട് പറയുന്നുണ്ട്. അപ്പോൾ മഞ്ജു പറയുന്നുണ്ട്, എനിക്ക് എത്രയും പെട്ടെന്ന് എന്തിനും കണ്ണേട്ടനെ കാണണം, കണ്ണേട്ടൻ്റെ കാലുകളിൽ ചലിക്കുന്ന കാരണം എനിക്ക് നേരിട്ട് കാണണമെന്നൊക്കെ സാഗറിനോട് പറയുന്നുണ്ട്. അങ്ങനെ സാഗർ പറയുന്നുണ്ട്, എന്തായാലും നമുക്ക് സമയമാകുമ്പോൾ എന്തായാലും അങ്ങോട്ടേക്ക് പോവാം. കണ്ണേട്ടൻ്റെ കാര്യങ്ങൾ ഞാൻ നിന്നോട് പറഞ്ഞ കാര്യം എന്താ, നീ ഒരിക്കലും മഹാലക്ഷ്മി ഏട്ടത്തിനോടോ കണ്ണേട്ടനോ സംസാരിക്കാനോ ഒന്നും ചോദിക്കാനോ പാടില്ല എന്നൊക്കെ ഇങ്ങനെ എന്തുണ്ട് സാഗർ പറയുന്നുണ്ട്. അപ്പോൾ സാഗർ പറയുന്നുണ്ട്, ഞാൻ എന്തായാലും കണ്ണൻ സാർ എഴുന്നേറ്റ് നടക്കുന്ന കണ്ടിട്ടാണ്. ഇനിയിപ്പോൾ ആരെങ്കിലുമൊക്കെ അറിഞ്ഞാൽ അവരെന്ത് ചെയ്യും, ഞാനാ പറഞ്ഞെന്നുള്ള സംശയം അവർക്ക് എന്തായാലും ഉണ്ടാവും. അതുകൊണ്ട് നീ എന്ത് ചെയ്യേണ്ട, ആരോടൊന്നും പറയേണ്ട, ചോദിക്കേണ്ട എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയിട്ട് പ്രതാപനും മുത്തശ്ശി നേരെ എന്ത് ചെയ്യുന്നുണ്ട്, വീട്ടിലേക്ക് വരുന്നുണ്ട്. ഈ ഒരു സമയത്താണെങ്കിൽ കണ്ണനും മഹാലക്ഷ്മി മോഹിനിയൊക്കെ ഒരുമിച്ചുള്ള സമയം. അപ്പോൾ ഇതിൻ്റെ മോഹിനി നേരെ ഫ്രണ്ടിലേക്ക് പോകുന്ന സമയത്ത് പ്രതാപനെയും മുത്തശ്ശിനെയും കാണുന്നുണ്ട്. പെട്ടെന്നൊരു ഞെട്ടലോടെ മോഹിനി ഇതിൻ്റെ കണ്ണൻ്റെയും മഹാലക്ഷ്മിൻ്റെ അടുത്തേക്ക് പോയിട്ട് പ്രതാപനും മുത്തശ്ശി വന്നിട്ടുള്ള കാര്യം പറയുന്നുണ്ട്. ഇവരാണെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് മനസ്സിലാകുന്നില്ല. അപ്പോൾ മോഹിനി പറയുന്നുണ്ട്, എവിടെയെങ്കിലും പോയിട്ടിരുന്നോ അല്ലെങ്കിൽ എന്ത് അവർ കണ്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ കാര്യം ഇന്ന് തന്നെ തീരുന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ സമയത്ത് മഹാലക്ഷ്മി പറയുന്നുണ്ട്, എന്തായാലും കണ്ണേട്ടൻ്റെ വീൽ ചെയർ എന്തിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഉണ്ട്, അപ്പോൾ ഇവർക്ക് എന്തായാലും സംശയം ഉണ്ടാവില്ല എന്ന് പറയുന്നുണ്ട്. മുത്തശ്ശിക്കും പ്രതാപനും ആണെങ്കിൽ മോഹിനിൻ്റെ ഞെട്ടൽ എന്തിനാന്ന് പോലും മനസ്സിലാകുന്നില്ല. അപ്പോൾ മുത്തശ്ശി ഇങ്ങനെ പറയുന്നുണ്ട്, നീ ഇല്ലാത്ത സമയത്ത് അവളെന്ത് ചെയ്തിട്ടും വേറെ ആരെങ്കിലും വീട്ടിലേക്ക് വരുത്തിയിട്ടുണ്ടോ, അതൊക്കെ ആയിരിക്കും അവളെന്ത് ചെയ്യുന്നത് പോകുന്നതെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ പ്രതാപൻ പറയുന്നുണ്ട്, അവൾ അങ്ങനെ എന്തായാലും ചെയ്യില്ല എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഇവൾ എന്ത് ചെയ്യുന്നുണ്ട്, റൂമിലേക്ക് കയറുന്ന സമയത്ത് കണ്ണൻ്റെ ഒരു വീൽ ചെയർ കാണുന്നുണ്ട്. അപ്പം മുത്തശ്ശി പറയുന്നുണ്ട്, ഇതെന്താ കണ്ണൻ്റെ വീൽ ചെയർ ഇവിടെ ഉണ്ടല്ലോ, കണ്ണപ്പോൾ എഴുന്നേറ്റ് നടന്നിട്ടുണ്ടാവോ, ഇനിയിപ്പോൾ നമ്മളോടൊന്നും പറയാണ്ട് രഹസ്യമായി വെക്കാനായിരിക്കും അവരുടെ ശ്രമം. അതായിരിക്കും മോഹിനി എന്ത് ചെയ്തിട്ടുള്ള നമ്മളെ കണ്ടപ്പോൾ വേഗം തന്നെ ഓടി വന്നിട്ടുണ്ടാവുക എന്നൊക്കെ ഇങ്ങനെ എന്തിൻ്റെ പരസ്പരം പറയുന്നുണ്ട്. അപ്പം പ്രതാപൻ പറയുന്നുണ്ട്, ശരി തന്നെ ആയിരിക്കും അമ്മ, അത് തന്നെ ആയിരിക്കും, അതുകൊണ്ട് തന്നെ ആയിരിക്കും അവൾ എന്ത് ചെയ്ത് വേഗം തന്നെ പോയതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ പ്രൊമോ റിവ്യൂവിൽ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യാം. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.